തിരഞ്ഞെടുപ്പിന്റെ മുക്കാൽ ഭാഗവും പൊട്ടിപ്പാളീസായതുപോലെ മോദിയുടെ പദ്ധതികളും പൊട്ടിത്തകരുകയാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ നീളമേറിയ കേബിൾ സ്റ്റഡ് പാലം, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ പാലം എന്നിങ്ങനെ വിശേഷണങ്ങൾ അനവധിയായിരുന്നു മോദി മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന അടൽ സേതു പാലത്തിന്. പറഞ്ഞിട്ടെന്ത് കാര്യം, പുറമേ ആളാവാൻ നോക്കിയാലും അകമേ അതൊക്കത്തില്ല എന്ന് ഇതാ തെളിഞ്ഞിരിക്കുകയാണ്. ജനുവരിയിൽ മോദി ഉദ്ഘാടനം ചെയ്ത അടൽ സേതു പാലത്തിൽ വിള്ളൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നവി മുംബൈയിലെ ഉൾവേയിൽ നിന്നുമുള്ള പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിലാണ് മഴയ്ക്ക് പിന്നാലെ വിണ്ട് കീറിയത്. ഒരു മഴക്കാലം കൊണ്ട് പൊളിഞ്ഞു വീഴാവുന്നതേയുള്ളൂ മോദിയുടെ ഏതൊരു ഉറപ്പുമെന്നും വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ തകർച്ച. കഴിഞ്ഞ ദിവസം ബീഹാറിൽ ഇതേപോലെയൊരു പാലം പണി തീർന്ന് കഴിഞ്ഞ ഉടനെ പൊളിഞ്ഞു വീണിരുന്നു. അവിടെയും ഭരണം താമരയ്ക്ക് തന്നെ. 17,843 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയതോടെ പദ്ധതിക്ക് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന ആരോപണങ്ങളുമായി മഹാരാഷ്ട്ര PCC പ്രസിഡന്റ് നാനാ പട്ടോളെ രംഗത്തെത്തിയിട്ടുണ്ട്. പാലത്തിൽ പരിശോധന നടത്തിയ അദ്ദേഹം സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാലത്തിന്റെ നിർമ്മാണ നിലവാരം മോശമാണെന്നും ചിലയിടങ്ങളിൽ ഒരടിയോളം റോഡ് ഇടിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെയും പട്ടോളെ കടുത്ത വിമർശനം ഉയർത്തി കാണിച്ചു. യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള വിള്ളലുകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വേഗം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു. അതേസമയം പാലത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അപ്രോച്ച് റോഡിലാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നതെന്നുമാണ് നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന MMRDI നൽകിയിരിക്കുന്ന വിശദീകരണം. വിള്ളലുകൾ റോഡിന്റെ അരികിലാണ്. ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ വിള്ളലുകൾക്ക് പുറമെ കുറച്ചു ഭാഗം താഴേക്ക് ഇടിഞ്ഞ് താഴ്ന്നിട്ടുമുണ്ട്. 70,000 വാഹനങ്ങൾ ദിവസേന കടന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ട്രാൻസ് ഹാർബർ ലിങ്കിലൂടെ ദിവസേന 10,000-ഓളം വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. ദക്ഷിണ മുംബൈയിലെ ശിവരിയിലും നവി മുംബൈയിലെ നാവസയിലും കൂട്ടിമുട്ടിക്കുന്നതാണ് പാലം. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും ശേഷിക്കുന്ന ഭാഗം അപ്രോച്ച് റോഡുമാണ്. അടുത്തിടെ തുറന്ന മറൈൻ ലൈൻസ് വർലി തീരദേശ റോഡിലെ തുരങ്കത്തിൽ വിള്ളലും ചോർച്ചയും കണ്ടെത്തിയിരുന്നു. പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് മറ്റൊരു പദ്ധതിയിലും വീഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആയിരക്കണക്കിന് കോടികൾ മുടക്കിയുള്ള പല പദ്ധതികൾക്ക് പിന്നിലും വൻ അഴിമതിയുണ്ടെന്ന ആരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സർക്കാരിന് തലവേദന ഉണ്ടാക്കും. അതല്ലേലും അങ്ങനെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ രാജ്യത്തുണ്ടാക്കിയെടുത്തിട്ടുള്ള പാലവും റോഡും എല്ലാം വേച്ച് കെട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഇരിക്കത്തില്ല, പൊളിയത്തേയുള്ളൂ.